അനൂപിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഞങ്ങളുടെ യാത്ര ഒത്തിരി പോയ ഞങ്ങളുടെ വണ്ടിയെ പറ്റിയാണ്. വോക്സ്വാഗൻ വെൻറ്റോ പറ്റിയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ഒത്തിരി യാത്രകൾ ഇതിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര പോയത് ഇവിടെ നിന്ന് ട്രിവാൻഡ്രം ടു ഹംപിയാണ്, ബാംഗ്ലൂർ വയ ഹംപിയാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് 2018 ഞങ്ങൾ വെൻറ്റോ സ്വന്തമാക്കുന്നത്. ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ ആ 2 വർഷത്തെ എൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസും വോക്സ്വാഗൻ വെൻറ്റോ എന്ന ബ്രാൻഡിനോടുള്ള ഇഷ്ടവുമാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വോക്സ്വാഗൻ വെൻറ്റോ ഡീസലാണ്, ഹൈലൈൻ പ്ലസ് ആണ്. അതായത് വെൻറ്റോ ഓപ്ഷൻ്റെ ഹൈലൈൻ പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 സൈഡും LED ഹെഡ് ലാമ്പ്സ് വിത്ത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഉണ്ട്. നേരെ താഴെ ഫോഗ് ലാമ്പാണ്. ഈ ഫോഗ് ലാമ്പിൻ്റെ പ്രത്യേകത, നമ്മൾ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് എക്സ്ട്രീം തിരിയുമ്പോൾ ഫോഗ് ലാമ്പ് ഓട്ടോമാറ്റിക്കലി അത് കത്തും. അപ്പം അങ്ങനെയുള്ളൊരു പ്രത്യേകതയാണ് ഈ ഫോഗ് ലാമ്പ്സിൻ്റെത്. പിന്നെ ഞാനത്ര ഓട്ടോ എക്സ്പേർട്ട് ഒന്നുമല്ല, അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇതിൽ 16 ഇഞ്ച് അലോയിയാണ് വരുന്നത്. 16 ഇഞ്ച് അലോയിയാണിത്. അതിനോടൊപ്പം MRFൻ്റെ ടയറാണ് കമ്പനിയായിട്ട് തരുന്നത്. അപ്പോൾ സൈഡ് മിറർ ഇത് ഓട്ടോമാറ്റിക്കാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു നോബുണ്ട്, അത് വെച്ചത് ഓട്ടോമാറ്റിക്കാണ്. അതേപോലെ ഡോർ ബീഡിങ് ഒക്കെ കണ്ടിട്ടുണ്ട്, സിൽവർ ബീഡിങ് ഉണ്ട്, നല്ല ഭംഗിയാണ് ഇത് കാണാനൊക്കെ ആയിട്ട്. നമുക്കിനി പുറകിലോട്ട് പോയി നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ പെട്രോളിൻ്റെ ടാങ്കിൻ്റെ ഓപ്പണർ വരുന്നത്. ഞാൻ വണ്ടി വാങ്ങിച്ച സമയത്ത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ പെട്രോൾ പമ്പിൽ പോയപ്പോൾ അവരാണെങ്കിൽ പുഷിൽ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ പുഷ് ബട്ടൺ ഓപ്പണിംഗ് ആണ്, അങ്ങനെ പുഷ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതാണ്. എനിക്കും അറിയില്ലായിരുന്നു, അവരാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ പുറകിലോട്ട് വരുമ്പോൾ ഒരു ലോഗോ, നല്ല അടിപൊളി വോക്സ്വാഗൻ്റെ ഒരു ലോഗോ. പിന്നെ TDI ആണ്. TDI എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിനാണ്. TDI ഡീസൽ എഞ്ചിനാണ്. ഇതേപോലെ TSI ഉണ്ട്, അത് പെട്രോൾ എഞ്ചിനാണ് വണ്ടി സൂചിപ്പിക്കുന്നത്. TDI ആണ്. നല്ല അടിപൊളി ലൈറ്റുണ്ട്. പിന്നെ ഒരു സിൽവർ ബീഡിങ്ങും ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ചെറിയ ചെറിയ സൗണ്ട് സെൻസേഴ്സാണ്. ബാക്ക് റിവേഴ്സ് എടുക്കുമ്പോഴുള്ള സെൻസറാണ്. അതേപോലെ റിവേഴ്സ് ക്യാമറ ഇരിക്കുന്നത് നമ്മുടെ ഈ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ടാണ് റിവേഴ്സ് ക്യാമറ ഇരിക്കുന്നത്. പിന്നെ ഇതിനൊരു സ്പോട്ട് മോഡലുണ്ട്. അപ്പോൾ സ്പോട്ട് മോഡൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മോഡലാണ്. അത് പ്ലസ് ഒരു സ്പോട്ടി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് ചെറിയൊരു സ്പോയിലർ വരും. പിന്നെ ഇവിടെ ചെറിയ സ്റ്റിക്കറിംഗ് ഒക്കെ വരും. അപ്പോൾ ഞാനത് ചൂസ് ചെയ്തില്ല, കാരണം എനിക്ക് സ്പോയിലർ അത്ര ചേരുമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. നല്ല അടിപൊളി ബൂട്ട് സ്പേസ് ആണ്. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ കണ്ടില്ല, നല്ല കിടിലൻ ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് എനിക്കോടെ ഒരാൾക്ക് ഇവിടെ കയറി കിടക്കാമെന്ന് തോന്നുന്നു, അത്ര നല്ല വലിയ ബൂട്ട് സ്പേസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ബൂട്ട് സ്പേസിൻ്റെ താഴെ നമ്മുടെ സ്റ്റെപ്പിനി ടയർ വയ്ക്കാനായിട്ടൊരു സംഭവമുണ്ട്. സ്റ്റെപ്പിനി ടയറും ടൂൾസൊക്കെ ഇതിനകത്താണ് വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബൂട്ട് സ്പേസ് ആണ്. കാര്യം നമ്മളൊരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ, ഒരു ലോങ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഒത്തിരി സാധനങ്ങൾ ഇതിനകത്തിരിക്കും. ഞാനും ബൈക്കോട്ട് പോകുമ്പോൾ, ഞാനും ആർക്കായിട്ട് പോകുമ്പോൾ ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് വെക്കാറുണ്ട്. അതേപോലെ ട്രാവൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കൊടൈക്കനാലൊക്കെ പോയിട്ട് വന്നപ്പം ഈ കമ്പം തേനി മാർക്കറ്റിലൊക്കെ കയറി ഒത്തിരി സാധനങ്ങൾ മേടിച്ച് ഇതിനകത്ത് ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല ബൂട്ട് സ്പേസ് ആണ് വെൻറ്റോയ്ക്കുള്ളത്. പിന്നെ ഉള്ളത് ഈ ഡോറിൻ്റെ ലോക്ക് ആൻഡ് അൺലോക്കാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ മിററിൻ്റെ കൺട്രോൾ നോബ്സ്. നമുക്കിവിടെ ഇങ്ങനെ തിരിക്കുമ്പോൾ മിറർ അടയ്ക്കും. ഇവിടെയാണ് മിറർ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ലെഫ്റ്റും റൈറ്റും വെച്ച് മിറർ കൺട്രോൾ ചെയ്യാം. അതായത് ഇപ്പം റൈറ്റിലോട്ട് തിരിച്ചിട്ട് നമുക്കിവിടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ലെഫ്റ്റും റൈറ്റിലും നമുക്കിങ്ങനെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയുള്ളത് ഇത് ഹെഡ്ലൈറ്റിൻ്റെ നോബാണ്. എല്ലാം കൊണ്ട് ഒരു ഹെഡ്ലൈറ്റ് സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ആയിരിക്കും. നമുക്ക് വോക്സ്വാഗനിൽ ഇവിടെയാണ് ഹെഡ്ലൈറ്റ് ഉള്ളത്. ഹെഡ്ലൈറ്റിൻ്റെ ഇത് ഹെഡ്ലൈറ്റ് ഓണ്. ഇവിടെ വെച്ചിട്ട് ഒന്ന് പുള്ളി ചെയ്താൽ ഫോഗ് ലാമ്പാണ് ഓൺ ആവുന്നത്. അപ്പോൾ ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ നോബ് വരുന്നത് വോക്സ്വാഗനിൽ. പിന്നെ അടുത്ത സ്റ്റിയറിങ്ങിലോട്ടാണ്. നല്ല അടിപൊളി സ്പോട്ടി സ്റ്റിയറിംഗ് ആണ് ഇതിനുള്ളത്. കണ്ടോ, താഴെ ഒരു ചെറിയ ഫ്ലാറ്റ് പോലെ വന്നിട്ട്. ഇപ്പോൾ സ്റ്റിയറിങ്ങിൽ കുറച്ച് കൺട്രോൾസ് ഉണ്ട്. ഇത്
നമ്മുടെ സ്റ്റീരിയോയുടെ കുറച്ച് കൺട്രോൾസ് ആണ്. ഈ ആരോ ബട്ടൺ ഇരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സ്പീഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, സ്പീഡും പെട്രോളും നമ്മുടെ മൈലേജൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാഷിൽ വരുന്ന കുറച്ച് കൺട്രോൾസാണിത്. ഇത് നമുക്ക് ഫോൺ കണക്ട് ചെയ്തിട്ട് സ്റ്റീരിയോ ഫോൺ കണക്ട് ചെയ്ത് ഫോൺ എടുക്കാൻ പറ്റും. ഇത് വോയിസ് ആണ്. സിറിയൊക്കെ ഉണ്ടെന്നെങ്കിൽ വോയിസിനകത്ത് റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് കോൾ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ എയർ ബാഗ് ഇവിടെ ഉണ്ട്. എയർ ബാഗിൻ്റെ സിമ്പിൾസ് ഉണ്ടോ. ഇവിടെ വരുന്നത് നമുക്കിപ്പോൾ പാട്ട് മ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും. വോളിയം കൺട്രോള്, അതേപോലെ ഇനി സ്റ്റീരിയോ സിസ്റ്റം. സ്റ്റീരിയോ ടച്ചാണ്. നമുക്ക് മീഡിയൊക്കെ ചൂസ് ചെയ്യാം. ഇവിടെ എല്ലാം ടച്ചുണ്ട്. സോഴ്സ് എടുക്കാം, പാട്ട് ഏതാണോ അത് സെലക്ട് ചെയ്യാം, പ്ലേ ചെയ്യാം, പോസ് ചെയ്യാം, അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും. പ്ലസ് ഇതിനകത്ത് നമുക്ക് ഇവിടെ സോങ്സ് മാറ്റാനുള്ള നോബും ഉണ്ട്. പവർ ഓഫ് ബട്ടണുമാണിത്. അതോടൊപ്പം വോളിയം കൺട്രോളറാണ്. പിന്നെ സെറ്റപ്പ് കാര്യങ്ങൾ, അതായത് നമുക്ക് സൗണ്ടും ബൂസ്റ്റും ഈ ട്രബിളും ബാസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ആപ്സ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കണക്ട് ചെയ്യാം. നോർമലി ആപ്സ് പറയുന്നത് ഈ കാർ പ്ലേ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് മാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഡയറക്റ്റ് GPS സിസ്റ്റം വോക്സ്വാഗൻ്റെ സിസ്റ്റത്തിനില്ല. അതുകൊണ്ട് നമുക്ക് കാർ പ്ലേയോ ആൻഡ്രോയിഡ് ഓട്ടോയൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നാവിഗേഷനേ ഉള്ളൂ. ഫോൺ മോഡൽ എടുത്താൽ നമുക്ക് ഇവിടുന്ന് ഫോൺ വിളിക്കാനൊക്കെ പറ്റും. ഡയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഇത് റേഡിയോ ബട്ടണാണ്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് റേഡിയോ വരും. നല്ല സൗണ്ട് സിസ്റ്റമാണ്. നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സും മറ്റു കാര്യങ്ങളുമാണ് വണ്ടിയിലുള്ളത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാര്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് എനിക്ക് വോക്സ്വാഗൻ്റെ സ്റ്റീരിയോ സിസ്റ്റം തരുന്നത്. ഇനി അടുത്ത AC, ഡ്രൈവർ സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ റൈറ്റ് സൈഡിലൊരു AC വെൻ്റ് ഉണ്ട്. നമുക്ക് ഈ AC വെൻ്റ് ഈ മേളിലോട്ടും താഴോട്ടും സ്വൈപ്പ് ചെയ്യുന്നത് ബ്ലോവർ ഇൻക്രീസും ഡിക്രീസുമാണ്. നമുക്കിതുപോലെ ക്ലോസ് ചെയ്യാം, കൂട്ടാം. അതേപോലെ ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ റൈറ്റ് സൈഡിൽ ഒരെണ്ണമുണ്ട്, മിഡിൽ 2 ഉണ്ട്, ഇവിടെ ലെഫ്റ്റ് എൻഡിൽ ഒരെണ്ണമുണ്ട്. അങ്ങനെ 4 വെൻ്റാണ് ഫ്രണ്ടിലുള്ളത്. ഇത് നമ്മുടെ കാറിൻ്റെ ഇൻറ്റീരിയർ റിയർ വ്യൂ മിററാണ്. അപ്പോൾ ഇതിനൊരു സെൻസറുണ്ട്. നമ്മളിങ്ങനെ പൊത്തി പിടിക്കുകയാണെങ്കിൽ ഇത് കളർ മാറും. അതായത് നൈറ്റിൽ ഇതൊരു ആൻറ്റി ഗ്ലെയർ ആയിരിക്കും. കണ്ടോ, കളർ മാറി. ഡേ ടൈമിൽ നോർമൽ ഒരു വൈറ്റ് കളറായിരിക്കും. ഇതാണ് ഈ മിററിൻ്റെ പ്രത്യേകത. സ്റ്റിയറിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഇത് ക്രൂസിൻ്റെ കൺട്രോൾസ് ആണ്. ക്രൂസ് ബട്ടൺ, ഇതാണ് ക്രൂസ് ഓണാക്കുന്നത്. ക്രൂസിൻ്റെ റെസ്യൂം ബട്ടണും സെറ്റ് ബട്ടണുമാണിത്. പ്ലസ് ഇതിലാണ് നമ്മളെ ലൈറ്റ്. പിന്നെ വോക്സ്വാഗൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജർമ്മൻ മെയ്ഡ് ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് പോലെ റൈറ്റും ലെഫ്റ്റും വ്യത്യാസമുണ്ട്. എല്ലാ വണ്ടിയിലും റൈറ്റിലാണ് ലൈറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് റൈറ്റിലാണ് വൈപ്പറും കാര്യങ്ങളും വരുന്നത്. വൈപ്പറിൻ്റെ കൺട്രോൾസ് എല്ലാം റൈറ്റും, ലൈറ്റിൻ്റെ കൺട്രോൾസ് എല്ലാം ലെഫ്റ്റിലാണ്. നമുക്ക് എപ്പോഴും എനിക്കും ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകാറുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ 40,808 കിലോമീറ്റേഴ്സ് ഓടി. അപ്പോൾ അതിൻ്റെ റീഡിങ് കാണിക്കുന്ന ഇവിടെയാണ്. റൈറ്റിൽ സ്പീഡോമീറ്ററും ലെഫ്റ്റ് RPM ആണ്. ഇവിടെ നമുക്ക് സെറ്റ് ബട്ടണുണ്ട്, ട്രിപ്പൊക്കെ സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ എത്ര സമയം വണ്ടി ഓടിച്ചു എന്നുള്ള ടൈമർ, പിന്നെ ഒരു മൈലേജിൻ്റെ ഡീറ്റെയിൽസ്, നമുക്കിനി എത്ര പെട്രോൾ ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ സമയവും നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ 2-3 തവണ ഞെക്കിയാൽ നമുക്ക് അടുത്ത സർവീസിൻ്റെ ഡീറ്റെയിൽ ആണ്. 4700 കിലോമീറ്റർ കഴിഞ്ഞ അടുത്ത സർവീസാണ്. അപ്പോൾ സർവീസിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ കാണിക്കുന്നത്. ഇത് ഒരു ഓട്ടോമാറ്റിക് കാറാണ്, ഡയറക്റ്റ് ഷിഫ്റ്റ് ഗിയർ ആണ്. അപ്പോൾ ഇതിന് പാർക്കിംഗ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, സ്പോട്ട് ഉണ്ട്. ഇതിൽ ഞാൻ ഡ്രൈവിലാണ് കൂടുതൽ ഓടിക്കാറ്, സ്പോട്ടിൽ അങ്ങനെ ഓടിക്കാറില്ല. വലിയ ലോങ് ഒക്കെ പോകണമെങ്കിലാണ് കൂടുതൽ സ്പോട്ട് ഓടിക്കുന്നത്. ഇത് നമുക്ക് പ്ലസും മൈനസും, ഗിയർ നമുക്ക് ലെഫ്റ്റിലോട്ടിട്ട് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് പ്ലസും മൈനസും നമുക്കൊരു മാനുവൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടും. ഒരു മാനുവലായിട്ട് ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ പ്ലസും മൈനസും ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. പിന്നെ ഇവിടെ ഒരു സ്പേസിൽ 2 കപ്പ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഞാനിവിടെ വെച്ചേക്കുന്നത് പേഴ്സൊക്കെയാണ് ഞാനിവിടെ വെക്കാറ്. പേഴ്സ്, പിന്നെ എന്തെങ്കിലും ചാർജർ, കേബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ വെക്കുന്നത്. പിന്നെ എന്തെങ്കിലും ബിൽസ് കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ ടോളിൻ്റെ എന്തെങ്കിലും റെസിപ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെക്കാറ്. ഇപ്പോൾ പക്ഷേ ടോളിന് ഫാസ്റ്റാഗ് ആയതുകൊണ്ട് അതിൻ്റെ പ്രശ്നമില്ല.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് പ്ലസ് ചെയ്ത് റിലീസ് ചെയ്യുക, പൊക്കുക. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഹാൻഡ് റെസ്റ്റിനകത്ത് ഞാൻ വെച്ചേക്കുന്നത് എൻ്റെ സൺഗ്ലാസ് ആണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ അവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, ബോട്ടിലോ കപ്പോ എന്തെങ്കിലും മിക്ക ഹോൾഡർ. ഇത് ഡ്രൈവിംഗ് സീറ്റിൻ്റെ സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള ഒരു ബട്ടണും ഉണ്ട് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അവിടെ. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന പുറകുവശത്താണ്. പുറകിൽ അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. നല്ല ഹൈറ്റുള്ളൊരു ലെഗ് സ്പേസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എൻ്റെ ഫാമിലിയായിട്ട് പോകുമ്പോൾ അവർക്ക് കുറച്ച് വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, അത്രയ്ക്കുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ പുറകിലും ഒരു AC ആൻഡ് AC വെൻ്റ് ഉണ്ട്. കണ്ടോ, പുറകിലിരിക്കുന്നവർക്കും AC കിട്ടാനായിട്ട് വെൻ്റ് ഉണ്ട്. ഇതൊരു ബോട്ടിൽ ഹോൾഡറാണ്. ഇവിടെ ഒരു ബോട്ടിലൊക്കെ നമുക്ക് വയ്ക്കാം. ഇതൊരു ബോട്ടിൽ ഹോൾഡറാണ്. ഇപ്പോൾ പുറകിൽ നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് പോലത്തെ ഉണ്ട്, ഒരു സംഭവമുണ്ട്. നല്ല വീതിക്കുള്ളൊരു ഹാൻഡ് റെസ്റ്റാണ്. സുഖമായിട്ട് ഇങ്ങനെ കൈവച്ച് പോകാം. ഇപ്പോൾ 3 പേര് പുറകെ യാത്രയാണെങ്കിൽ ഇത് നമ്മളിങ്ങനെ മടക്കി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഗ്ലൗ ബോക്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് കോയിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം. ഇല്ലെങ്കിൽ ഇവിടെയും നമുക്കൊരു സൺഗ്ലാസ് വയ്ക്കാം. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഗ്ലൗ ബോക്സാണ്. ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഒരു ചെറിയ AC വെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഡ്രിങ്ക്, അതായത് നമ്മുടെ പെപ്സി, ചെറിയ ക്യാനോ, ബോട്ടിൽസോ വാട്ടർ ബോട്ടിൽസോ എന്തെങ്കിലും ഇവിടെ വെച്ചാൽ നമ്മളിപ്പോൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല കൂളായിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ ലോങ് പോകുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെറിയ ക്യാൻസ്, ചെറിയ വാട്ടർ ബോട്ടിലൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഈ വരുന്ന AC വെൻ്റിൽ നിന്നും നല്ല തണുത്ത് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ഒരു ഗ്ലൗ ബോക്സാണിത്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താ പറയുക, നല്ല ചിൽഡായിട്ടുള്ള ജ്യൂസ് അല്ലെങ്കിൽ വെള്ളമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡാഷ് ക്യാമറയാണ്. അപ്പം ഞാൻ യാത്രകളൊക്കെ പോകുന്നുണ്ട്, കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു ഡാഷ് ക്യാമറ പർച്ചേസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. എല്ലാ വണ്ടിക്കും ഒരു ഡാഷ് ക്യാമറ വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അടുത്ത് എനിക്ക് പറയുന്നത്, നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡ്രൈവർ സൈഡിൻ്റെ റൈറ്റ് സൈഡിൽ ചെറിയൊരു നോബുണ്ട്. അത് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ലിവർ പൊക്കിയാൽ സീറ്റ് മുകളിലോട്ട് പോകും, അതേപോലെ താഴോട്ടും ആവും. പിന്നെ നമുക്ക് ഇവിടെ ഒരു നോബിൽ സീറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൺവീനിയൻറ്റ് ഇതിന് വേണ്ടിയിട്ട് സീറ്റ് വെക്കാവുന്നതാണ്. അതേപോലെ ഒരു കാര്യം, നമ്മുടെ ഈ സ്റ്റിയറിങ് ടിൽറ്റിങ് ഉണ്ട്. ഇങ്ങനെ ടിൽറ്റിങ് ഉണ്ട്, ഫ്രണ്ടിലോട്ട് ആക്കാനും പറ്റും. അങ്ങനെ നല്ല നമ്മുടെ ഒരു കംഫർട്ട്നെസ്സിൽ നമുക്ക് എങ്ങനെ വേണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വോക്സ്വാഗൻ്റെ മൈലേജ് ആണ് അടുത്തൊരു കാര്യം. മൈലേജ് കമ്പനി പറയുന്നത് 21 ആണ്. അപ്പോൾ എനിക്ക് ലോങ് പോയപ്പോൾ 18 വരെ കിട്ടി. സിറ്റിയിൽ 14 വരെയൊക്കെ കിട്ടുന്നുണ്ട്. 14, 15 in between കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വലിയ മോശമല്ലാന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത് എല്ലാവരും പറയുന്നുണ്ട് കുറച്ച് കൂടുതലാണ്. വോക്സ്വാഗന് കുറച്ച് കൂടുതലാണ്. കാര്യം ഇൻ ബിറ്റ്വീൻ 13,000 to 15,000 ആണ് വരുന്നത്. ഇതിൻ്റെ കോസ്റ്റ് സർവീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 15,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 1 year ആണ് ഇതിൻ്റെ ഒരു സർവീസ് വരുന്നത്. അപ്പോൾ സർവീസിൽ ഇപ്പോൾ 7,500 ആകുമ്പോൾ ഒരു ജനറൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് 15,000 കിലോമീറ്റേഴ്സ് ആയപ്പോൾ എനിക്ക് വന്ന ചാർജ് അറൗണ്ട് ഒരു 13,500, ഇൻ ബിറ്റ്വീൻ 13,000 to 14,000 വന്നു. അപ്പോൾ കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ ഞാനത് പറയുന്നത് നമ്മുടെ ഒരു ബിൽഡിംഗ് ക്വാളിറ്റിയും അതിൻ്റെ പെർഫോമൻസൊക്കെ വെച്ചിട്ട് ആ ഒരു സർവീസ് ചാർജ് വേർത്തായിട്ടാണ് തോന്നുന്നത്. നമ്മൾ പ്രൈസ് കൂടുന്തോറും അതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ല, അതായിട്ടാണ് ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നത്. ഇനി ഇതിനൊരു നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ട്. അപ്പോൾ നമ്മളൊരു 2 year or 3 year എക്സ്റ്റൻഡഡ് വാറണ്ടിയും കൂടെ എടുക്കണം. കാരണം ഇതിൻ്റെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗിയർ ബോക്സ്, സ്റ്റിയറിംഗ് ബോക്സിനൊക്കെ വാറണ്ടി ഉള്ളതാണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വാറണ്ടി പീരീഡിൽ മാറുമില്ലെങ്കിൽ അത് വാറണ്ടിയിലല്ല എന്നുണ്ടെങ്കിൽ നല്ല കോസ്റ്റ് വരും. കാര്യം ഇതിൻ്റെ സ്പെയർ പാർട്സിനൊക്കെ നല്ല കോസ്റ്റാണ്. അപ്പോൾ ഇത് വണ്ടി എടുക്കുന്നവർ അതും കൂടെ ശ്രദ്ധിക്കുക. എക്സ്റ്റൻഡ് വാറണ്ടി, ഞാനിതിന് 2 year എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടിയും കൂടെ എടുക്കുക. അപ്പോൾ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വണ്ടിയാണ് വോക്സ്വാഗൻ വെൻറ്റോ. അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത്, ഞങ്ങളിവിടെ നിന്ന് ബാംഗ്ലൂരൊക്കെ സിംഗിൾ സ്ട്രെച്ചിൽ യാത്ര ചെയ്യുമ്പോൾ ഒട്ടും ക്ഷീണം തോന്നാറില്ല. നല്ല കംഫർട്ടാണ്. ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് നല്ല കംഫർട്ടാണ്, എസ്പെഷ്യലി ഡ്രൈവറിന്. കാര്യം ഓട്ടോമാറ്റിക് കൂടി ആയതുകൊണ്ട് നല്ല കംഫർട്ടാണ്, ഒരിക്കലും ഒരു ക്ഷീണം വരില്ല. എൻ്റെ ഇരിക്കുന്ന കളർ കാർബൺ സ്റ്റീൽ ഗ്രേ ആണ്. വോക്സ്വാഗൻ ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ട്രാവ്കപ്പിൻ്റെ മറ്റൊരു വ്ളോഗുമായി ഇനി വീണ്ടും കാണാം. ബൈ.